ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും രാഖീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കടല നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത്, ഒരു പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വെള്ളത്തിന്റെ അളവൊക്കെ കടലയുടെ വേവിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇനി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 വിസിൽ നമുക്ക് ഈ കടല അങ്ങ് വേവിക്കാം. പിന്നെ കടലയുടെ വേവിനനുസരിച്ച് നമ്മൾ അടുപ്പിക്കുന്ന വിസിലിലും മാറ്റം വരും. ചില കടല പെട്ടെന്ന് തന്നെ വേവും, ചില കടല നമുക്ക് കുറെ നേരം വേവിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് കുക്കായി കിട്ടുകയുള്ളൂ. സോ കടലയുടെ വേവിനനുസരിച്ച് അടുപ്പിക്കുന്ന വിസിലിലും മാറ്റം വരും. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 5 വിസിലാണ് അടുപ്പിക്കുന്നത്. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇല മാത്രമല്ല, ആ തണ്ടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ആക്ച്വലി പേസ്റ്റ് അല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഞാൻ കുറച്ചുകൂടെ എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടല വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. സോ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം. ഇനി ഈ അരപ്പ് നന്നായിട്ട് അങ്ങ് തിളയ്ക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത ആ പൊടികളുടെ പച്ചമണം നന്നായിട്ട് അങ്ങ് മാറണം. അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മാത്രം അരപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ആ സവാളയുടെയും അതുപോലെ തന്നെ പൊടികളുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കണം. ഈ പൊടികളൊക്കെ നന്നായിട്ട് അങ്ങ് കുക്കാവണം. അടച്ചൊന്നും വെക്കേണ്ട, തുറന്നു വെച്ച് കുക്ക് ചെയ്താൽ മതിയാകും. ഇതാ അപ്പോൾ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ച ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ കടല ചേർക്കുന്നത്. ഇതാ അപ്പോൾ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് കടല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വേവിച്ച കടല നന്നായിട്ട് ചൂടാറിയ ശേഷം ഒന്ന് അരച്ച് ചേർക്കാം. അപ്പൊ കറി നന്നായിട്ട് കൊഴുക്കും. പക്ഷെ ഞാൻ ഇന്ന് കടല അരച്ച് ചേർക്കുന്നില്ല. പിന്നെ വെള്ളത്തിന്റെ അളവൊക്കെ നിങ്ങളുടെ കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മാറ്റം വരുത്തണം. ഇനി ഈ കറി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് ഇതൊന്നുകൂടി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ കടലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പൊ തീ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ചു വെച്ച് നമുക്ക് ഇതങ്ങ് തിളപ്പിക്കാം. പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇത് മതിയാകും. കാരണം ഞാൻ ഈ കടലക്കറി ഇന്ന് പുട്ടിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ കറിയില്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കടലക്കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ് കാണുവാനായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.